ഇവിടെ എന്താ നടക്കുന്നത്, ആരാ വരുന്നത്, ഒന്നും അവന് മനസ്സിലായിട്ടില്ല. ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. ആരാ നിങ്ങളൊക്കെ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. റെയിൽവേ പോലീസ്. എന്നാ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കി. എന്തിനാ ഇങ്ങോട്ട് വന്ന്? റെയിൽവേ പ്രോപ്പർട്ടീസ് കുറച്ച് മോഷണം പോയിട്ടുണ്ട്, ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങളിങ്ങനെ മോഷ്ടിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ അകത്ത് സാറുണ്ട്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക്. കൈയെടുക്കടാ. ആരായത്? ആരാടാ പുല്ല്, ആരായത്? എടാ തങ്കപ്പാ തള്ള നീയാ. ഒരു മാറ്റവും ഇല്ലല്ലോ. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അപ്പൊ അബ്ദുക്ക ഈ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അയ്യോ ഷുഗർ എന്നാ കുറച്ച് മിച്ചറെങ്കിലും. അയ്യോ പ്രഷർ. ഓ ഇത് കൂടെ നീ എന്താ വേണ്ടേ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത് ഇത്രയും നാളായിട്ട് എന്താ കല്യാണം കഴിക്കാതിരുന്നത്? ഇവിടെ പറഞ്ഞ് കണകുണ ചോദ്യങ്ങളും ചോദിക്കരുത്. അല്ല, കാണാൻ നല്ല സ്മാർട്ട് ആയതുകൊണ്ട്. എന്ന് മറ്റുള്ളവർക്കൂടെ തോന്നണ്ടേ? അല്ല, ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാ? അതിപ്പോ പറയാൻ കഴിയില്ല. എന്നെ തനിക്ക് ഇഷ്ടപ്പെട്ടോ? പ്രേമം കൊടുമ്പിരിണ്ടിരിക്കാണ്ട അവൾക്ക്. പോടാ, പിന്നല്ലാണ്ട്. എന്റെ പേര് സുബു, കോൺസ്റ്റബിളാ. മേഡം കുട്ടികളൊന്നും വന്നില്ല സാർ. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്റെ അച്ഛനും ഒരു ബാച്ചിലർ ആയിരുന്നു. അപ്പൊ മുത്തച്ഛനോ? ക്രോണിക് ബാച്ചിലർ. ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്തിട്ട് ഇപ്പൊ കല്യാണം നോക്കുന്നേ ഉള്ളൂ. ഈ പ്രായത്തിലൊക്കെ ഇനി പെണ്ണിട്ടൊന്നും തോന്നുന്നുണ്ടോ സാർ? വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. വിട്ടികളേണ്ട, വളച്ചോ. എന്റെ ധൈര്യം കൊണ്ടൊരു നൊട്ടോറിയസ് ക്രിമിനലിനെ പിടിച്ചിരിക്കുകയാണ് ഈ ധീര വനിത. കമോൺ ക്ലാപ്സ്. കയ്യിലെന്താ ബുക്സ് ഒക്കെ? സ്റ്റുഡന്റ് ആണോ? ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാ. ഓ, ഏതാ സബ്ജക്ട്? സയൻസ്. സയൻസ്. ഓ വൗ, സയൻസ്. ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഇന്റർമീഡിയറ്റിൽ എനിക്ക് 100 ഔട്ട് ഓഫ് 100 ആയിരുന്നു. ഇന്ററിന് 1200 അല്ലേ? 100 മാർക്ക് കിട്ടിയത് എങ്ങനെയാ? പേരെന്തായിരുന്നു? തുളസി. ആ, തുളസി. അതായത് കഞ്ചാവ് തോട്ടത്തിലെ തുളസി ചെടിയാണിത്. നല്ല കാര്യം, നല്ല കാര്യം. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. ഇനി നടക്കപ്പോറത് യുദ്ധം. ലക്ഷ്മണൻ വരച്ച ലക്ഷ്മണ രേഖയാ. ഇനി ഏതെങ്കിലും ഒരുത്തൻ മുന്നോട്ടൊരു അടി എടുത്തു വെച്ചു കഴിഞ്ഞാ ഈ കിടക്കുന്നത് മുഴുവൻ ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. ഏടിപ്പിക്കൊന്നും വേണ്ട, അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കല്ല, ഞാൻ തേങ്ങ ഉടയ്ക്കും. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണ്. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കണ്ട രോമൊക്കെ എണീറ്റ് നിന്ന് പുഷപ്പടിക്കണം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ.